പുഷ്പയുടെ കാണാം, പക്ഷേ എനിക്ക് പേഴ്സണലി പുഷ്പയാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. പെർഫോമൻസ് കൊള്ളാം. അതായത് മറ്റേതിൽ സ്പേസ് കുറവില്ല പുഷ്പയിൽ, ഇതിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പിന്നെ പുതിയ അടുത്തൊരു വില്ലന്റെ എൻട്രി ആണെന്ന് തോന്നുന്നു. പുഷ്പ 3ലേക്ക് ഒരു വില്ലന്റെ അടുത്ത വില്ലനാണെന്ന് തോന്നുന്നു. വില്ലന്റെ ഒരു എൻട്രി ഇട്ടിട്ടുണ്ട്. മൊത്തത്തിൽ കൊള്ളാം, നല്ല മൂവിയാണ്. വിജയ് ദേവർകൊണ്ടയുടെ പേരൊക്കെ വെച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദേവർകൊണ്ട നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നില്ല, ഒരാളാണേ കാണിക്കുന്നുള്ളൂ, അല്ലാതെ കിട്ടില്ല. തെലുങ്കും തമിഴും കിട്ടും. ഒരു പാട്ട് എല്ലാ ലാംഗ്വേജിലും മലയാളമാണെന്ന് കേട്ടോ. അപ്പൊ അത് വന്നപ്പോഴത്തേക്ക് കൊള്ളായിരുന്നു, അത് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഡാൻസും കൊള്ളാം, എല്ലാം നല്ല ഇപ്പം അല്ലു നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് നല്ല ഹാർഡ് വർക്ക് ഉണ്ട്. പിന്നെ നല്ലൊരു മൂവിയാണ്. അല്ല ഇതിനേക്കാളും നല്ല മറ്റേ ഏഷ്യാനെറ്റിലോടുന്ന സീരിയലെല്ലാം ഇട്ടുകൊണ്ട് വന്നിരുന്ന ഇതിനേക്കാളും വൃത്തിയായിട്ടിരുന്ന് കാണാൻ പറ്റിയാണ്. പുഷ്പരാജ് അപ്പൊ ഞെട്ടിച്ചില്ലേ? പുഷ്പരാജ് ഞെട്ടിച്ചല്ല, അല്ലു അർജുന ഇങ്ങോട്ട് കൈ കിട്ടണം. ഇനി കൊച്ചിയിലൊന്നും വരില്ലെന്ന് പറയാം അവൻ്റെ അടുത്ത്. ഫഹദ് ഫാസിലിനെ ഒന്നും കാണാനില്ല. അവസാനം തപ്പി നോക്കിയിട്ട് പോലും ഫഹദ് ഫാസിലിന്റെ പൊടി പോലും ഇല്ല. അപ്പൊ പുഷ്പ 3 ഒക്കെ ഉണ്ടെന്ന്